എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ അരുണാചല ക്ഷേത്രത്തിൻ്റെ ഏകദേശം പടിഞ്ഞാറ് വശത്തായിട്ടാണുള്ളത്. ഇന്ന് 6 മണിക്കാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള കാർത്തിക ദീപം ഉത്സവം നടക്കുന്നത്. കാർത്തിക ദീപത്തിനോടനുബന്ധിച്ച് ഈ അരുണാചല ക്ഷേത്രത്തിലും അരുണാചല പർവ്വതത്തിന് ചുറ്റും നടക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അരുണാചല ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. 4:30 കഴിഞ്ഞ് 6 മണിയോട് കൂടിയിട്ടാണ് ദീപം കാണിക്കുന്നത്. 4:30 കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ഒരു ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ഈ ദീപം കാണാനായിട്ട് ആൾക്കാർ റോഡിലൊക്കെ ഇരിക്കുന്നതാണ്. ഇവിടുത്തെയൊക്കെ ഗതാഗതം പൂർണ്ണമായിട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ നിരോധിച്ചേക്കാണ്. മുകളിലോട്ട് കയറി പോകാനായിട്ടുള്ള വഴികളും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദീപം കാണാനായിട്ട്, അരുണാചല ദീപം കാണാനായിട്ട്, കാർത്തിക ദീപം കാണാനായിട്ട് ഇരിക്കുന്ന ജനങ്ങളാണ്. ഇതുപോലെ വിവിധ ഭാഗങ്ങളിൽ, ഈ മലയുടെ ചുറ്റും വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ നിറഞ്ഞു കവിഞ്ഞ് ജനക്കൂട്ടമാണ് ഇന്നിരിക്കുന്നത്. ഏകദേശം ഒരു 35 ലക്ഷം ജനങ്ങൾ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കണക്ക് കൂട്ടൽ. നമ്മളിനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തെ ഗോപുരമാണ്, അതായത് പേ ഗോപുരമാണ് അങ്ങ് ദൂരെ കാണുന്നത്. ആ പടിഞ്ഞാറ് വശത്ത് മുഴുവൻ ഇങ്ങനെ ആൾക്കാർ നിരന്നിരിക്കുകയാണ്. ഇവർ ഈ മുകളിൽ അരുണാചല പർവ്വതത്തിൻ്റെ മുകളിൽ ദീപം കത്തിക്കുന്ന സമയത്ത് ഇവിടെ ദീപം കത്തിക്കാനുമായിട്ട് ദീപമൊക്കെ ആയിട്ടാണ് എല്ലാ ആൾക്കാരും ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദീപാവലി പോലെ ഉത്സവമായിരിക്കും ഈ സമയത്ത്. വീടുകളിലൊക്കെ പടക്കം പൊട്ടിയും, അതുപോലെ തന്നെ എല്ലാ വീടുകളിലും നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെ എല്ലാ വീടുകളിലും ഇതുപോലെ കാർത്തിക ദീപം കത്തിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തൂടെ നടന്ന് വടക്ക് വശത്തൂടെ കിഴക്ക് വശം വരെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതുപോലെ എങ്ങനെയാണ് മുന്നോട്ട് അവിടോട്ട് ആൾക്കാരെ കടത്തി വിടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ദീപം കാണാനായിട്ട് നല്ല ദൃശ്യം കിട്ടുന്ന, കാണാൻ നല്ലതുപോലെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇവിടെ റോഡിലും എല്ലാം ഇരിക്കുകയാണ്. ഇതിവിടെ ഏകദേശം വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കായിട്ടാണ് റോഡിൽ എല്ലാം ആൾക്കാർ നിരന്നിരിക്കുകയാണ്. അനേകം ആൾക്കാരാണ് ഇരിക്കുന്നത്. ഈ മലയുടെ ദൃശ്യം കിട്ടുന്ന, മലയുടെ ദീപം കാണിക്കുന്ന ഭാഗത്തെ ദൃശ്യം കിട്ടുന്ന എല്ലാ ഭാഗത്തും ഇവിടെ ആൾക്കാർ നിരന്നിരിക്കുകയാണ്. റോഡിലും മറ്റ് കെട്ടിടങ്ങളുടെ മുകളിലും ഒക്കെ ആയിട്ട് ആൾക്കാർ നിരന്നിരിക്കുകയാണ്. ദീപം 6 മണിക്കാണ് ദീപം കാണിക്കുന്നത്. ദീപം കാണിക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിലെ ദീപദർശന മണ്ഡപം എന്നും പറഞ്ഞൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ ദീപം കാണിച്ചതിന് ശേഷമാണ് അരുണാചല പർവ്വതത്തിന് മുകളിൽ ദീപം കാണിക്കുന്നത്. ഈ അരുണാചല പർവ്വതത്തിന് മുന്നിൽ ദീപം കാണിക്കുന്ന സമയത്ത് ദീപം കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അനേകം ആൾക്കാർ ഇത്തരത്തിൽ ദീപവുമായിട്ട് റോഡിലും ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെ വഴിയിലൊക്കെ ഇങ്ങനെ ദീപം കത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ദീപം വിൽക്കാനായിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ അനേകം സ്ഥലങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള സാധനങ്ങൾ അന്നദാനമായിട്ട് കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ മലയ്ക്ക് ചുറ്റും നിന്ന് ഇതുപോലെ അനേകം സ്ഥലങ്ങളിൽ അന്നദാനം കൊടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു 20 മീറ്ററിനിടയ്ക്ക് 2 സ്ഥലത്താണ് ഇതുപോലെ അന്നദാനം കൊടുക്കുന്നത് കണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ അന്നദാനമുണ്ട്. ഇവിടെ ഒരു മിനിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ ഒരുമാതിരി മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇന്നലെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും ആകാശം ഒരുമാതിരി മൂടി നിൽക്കുകയാണ്. മഴ പെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും തിരക്കിന് യാതൊരു കുറവുമില്ല. നമ്മളിപ്പം ഏകദേശം ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാർത്തിക ദീപം ഉത്സവത്തിനെ കുറിച്ചിട്ട് പറയുന്ന പ്രധാന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ശിവന് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുന്നിൽ അഗ്നിലിംഗമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഈ കാർത്തിക ദിവസമാണ്. അങ്ങനെയാണ് ഈ കാർത്തിക ദീപം എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ പാർവതീദേവി ഈ അരുണാചല പർവ്വതത്തിൽ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് പാർവതീദേവിക്ക് ശിവഭഗവാന് ദർശനം കൊടുത്തത് ഈ കാർത്തിക ദിവസമാണ്. അങ്ങനെയാണ് ഈ കാർത്തിക ദീപം കത്തിക്കുന്നത്. അങ്ങനെ വിവിധ കഥകൾ ഈ കാർത്തിക ദീപത്തിൻ്റെ പിന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അരുണാചല പർവ്വതത്തിന് ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരുണാചല പർവ്വതത്തിന് മുകളിൽ കാർത്തിക ദീപം കത്തി നിൽക്കുന്ന സമയത്തിന് ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത് അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആചാരമാണ്. അതുകൊണ്ട് ഇന്ന് കാർത്തിക ദീപം കത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടെ അനേകം ലക്ഷക്കണക്കിന് ആൾക്കാർ ഗിരിപ്രദക്ഷിണം ചെയ്യാറുണ്ട്. ഈ ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കാതെയാണ് ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെരുപ്പിട്ടുകൊണ്ട് ഗിരിപ്രദക്ഷിണം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഭഗവാൻ രമണ മഹർഷി വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പിടാതെയാണ് ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത്. അതുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ടും ഗിരിപ്രദക്ഷിണം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞതായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് വായിച്ചത്. ഗിരിപ്രദക്ഷിണം ചെയ്യുന്നത് ചെരുപ്പ് ഇടാതെ തന്നെ വേണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക്
അരുണാചല പർവ്വതത്തിൻ്റെ ദൃശ്യം വളരെ ഭംഗിയായിട്ട് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. ആൾക്കാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാർ മുഴുവൻ ഗിരിപ്രദക്ഷിണം ചെയ്യുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഗിരിപ്രദക്ഷിണം ചെയ്യുന്നതായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ നിന്നോ ആ ഭാഗത്തു നിന്നോ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ പടിഞ്ഞാറ് വശത്ത് നിന്ന് നടന്ന് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പ്രധാന വഴിയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും തിങ്ങി നിറഞ്ഞ് ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്ന ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിൻ്റെ ഒക്കെ മുന്നിലായിട്ട് വരും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് കാർത്തിക ദീപം കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ രാജഗോപുരമാണ് കാണുന്നത്. ഈ രാജഗോപുരത്തിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഭക്തിയോടുകൂടി കൈകൂപ്പി രാജഗോപുരത്തെ തൊഴുതാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നും ആൾക്കാരെ നിർത്താൻ പോലീസ് സമ്മതിക്കുകയെന്ന് തോന്നുന്നു. ഇവിടുന്ന് തുടർച്ചയായിട്ട് നമുക്ക് മുന്നോട്ട് നടക്കേണ്ട വരുമായിരിക്കും. നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാർത്തിക ദീപം കാണാമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ആൾക്കാരെ നിർത്താനായിട്ട് സാധ്യതയില്ല. പോലീസുകാർ പറഞ്ഞ് വിടുകയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ ദൃശ്യമാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വശത്തെ ദൃശ്യമാണ്. ഇവിടെ ആൾക്കാരെ നിർത്തുകയല്ല, ഇവിടെ മുന്നോട്ട് പറഞ്ഞു വിടുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇവിടെ നിർത്തുകയല്ല. നമ്മൾ മുന്നോട്ട് നീങ്ങി ഏതെങ്കിലും ഭാഗത്തു നിന്ന് പോയിട്ട് നമുക്ക് ഇനിയും ആ പടിഞ്ഞാറ് വശത്ത് ചെന്ന് അവിടുന്ന് ദൃശ്യങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ മുന്നിലൂടെ ജനങ്ങൾ ഒഴുകുന്ന കാഴ്ചയാണ്. സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഏകദേശം 1 മണിക്കൂറും കൂടി കാർത്തിക ദീപം തെളിയിക്കുന്നതിനായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഭയങ്കര ജനക്കൂട്ടമാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗമാണ് കാണുന്നത്. കിഴക്ക് ഭാഗത്തെ ജനക്കൂട്ടമാണ്. ആൾക്കാരെ ഇവിടെ നിർത്തുന്നില്ല. ആൾക്കാർ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ അവിടെ അടുത്ത സ്ഥലത്തോട്ട് പൊക്കോളാൻ പറഞ്ഞ് പോലീസുകാർ പറഞ്ഞ് വിടുകയാണ്. നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള റോഡ് നടന്ന് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് എത്തിയിരിക്കുകയാണ്. തെക്ക് വശത്തുള്ള വഴിയാണ്. തെക്ക് വശത്തുള്ള വഴിയിലൂടെ ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ ഗിരിപ്രദക്ഷിണം വയ്ക്കാനായിട്ട് തന്നെ ഉള്ള ആൾക്കാരാണ് ഈ നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അവർ ദീപം കത്തിക്കുന്നത് വരെ നോക്കി നിൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ഗിരിപ്രദക്ഷിണം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. നമ്മളങ്ങനെ കിഴക്ക് വശത്തൂടെ നടന്ന് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് എത്തിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരമാണ് കാണുന്നത്. ഇവിടെ ആൾക്കാർ നേരെ മുന്നോട്ട് നടന്ന് ക്ഷേത്രത്തിനും പ്രദക്ഷിണം ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ കുറേ അധികം ആൾക്കാർ ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ കുറച്ച് ആൾക്കാർ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതായിരിക്കും. കുറച്ച് ആൾക്കാർ നേരെ മുന്നോട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ വഴിയാണ് ഗിരിപ്രദക്ഷിണത്തിന് പോകുന്ന വഴി. ഈ വഴിയാണ്. ഇതുവഴി കുറച്ച് ആൾക്കാർ നേരെ ഗിരിപ്രദക്ഷിണത്തിന് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5:30 സമയം കഴിഞ്ഞിട്ടുണ്ട്. 5:30 ഇനി അരമണിക്കൂറും കൂടെ ഉള്ളൂ ദീപം മുകളിൽ കാണിക്കാനായിട്ട്. ഈ കാർത്തിക ദീപം ഉത്സവം ഇവിടെ 5-ാം തീയതി ആരംഭിക്കുന്നതാണ്. ഡിസംബർ 5-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ്. അത് കഴിഞ്ഞിട്ട് 13-ാം തീയതി ഇന്നാണ് ഈ കാർത്തിക ദീപം മലയുടെ മുകളിൽ കാർത്തിക ദീപം തെളിയുന്നത്. അതിനുശേഷം ഈ 10 ദിവസം ഈ ദീപം ഈ മലയ്ക്ക് മുകളിൽ കത്തി നിൽക്കും. അങ്ങനെ വളരെ ഏകദേശം ഒരു 10-20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടുത്തെ കാർത്തിക ദീപം മഹോത്സവം. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് വന്നു. പടിഞ്ഞാറ് വശത്ത് ആണെന്ന് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ ഈ ദീപം കാണാനായിട്ട് പറ്റിയ സ്ഥലം. അതുകൊണ്ട് ഈ പടിഞ്ഞാറ് വശത്താണ് ദീപം കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തെ കാഴ്ചയാണ്. പടിഞ്ഞാറ് വശത്ത് ഇങ്ങനെ അനേകം ആൾക്കാർ ദീപം കാണാനായിട്ട് ഇരിക്കുന്നതാണ്. ഇത് പടിഞ്ഞാറ് വശത്ത് നമ്മൾ നടന്ന് മുൻവശത്തൂടെ കിഴക്ക് വശത്തൂടെ തെക്ക് ഭാഗത്തൂടെ നടന്ന് പടിഞ്ഞാറ് വശത്തെത്തിയതാണ്. പടിഞ്ഞാറ് വശത്ത് ഇങ്ങനെ അനേകം ആൾക്കാർ വഴിയിൽ റോഡിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ പടിഞ്ഞാറ് വശത്താണ് ഏറ്റവും ഭംഗിയായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ മല നേരിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ പടിഞ്ഞാറ് വശത്തെ ആൾക്കാർ ഈ കൂടിയിരിക്കുന്നത്. ഇവിടെയൊക്കെ വന്ന് ഈ ഇരിക്കുന്നവർക്കൊക്കെ അന്നദാനം കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉണ്ട് ഈ പടിഞ്ഞാറ് വശത്തെ റോഡിൽ മുഴുവൻ ഇങ്ങനെ ആൾക്കാരിയ്ക്കുകയാണ്. മിക്കവാറുമുള്ള ആൾക്കാരുടെ എല്ലാം കയ്യിൽ ഈ ദീപവും ഉണ്ട്. ഈ മുകളിൽ ദീപം കത്തിക്കുന്ന സമയത്ത് ദീപം കത്തിക്കാൻ വേണ്ടിയിട്ട് ദീപവും തയ്യാറാക്കി ആൾക്കാർ വെച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് വശത്ത് അന്നദാനം വിഭാഗങ്ങളിലൊക്കെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ആൾക്കാർ അന്നദാനം കഴിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക ദീപത്തിൻ്റെ ദിവസം മാത്രമല്ല, ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ഒരു ഉത്സവ പ്രതീതിയാണ്. നമ്മളങ്ങനെ ദീപം കാണാനായിട്ട് നമ്മളും ഇവിടെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ തിരക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളിപ്പം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടിരിക്കുകയാണ്. ഇവിടെ ജ്യോതി നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ കാർത്തിക ദീപം കാണാനായിട്ട് എല്ലാവരും അക്ഷമരായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ
സമയം 5:58 ആകുന്നു. 6 മണിക്കാണ് കാർത്തിക ദീപം പർവ്വതത്തിന് മുകളിൽ തെളിയിക്കുന്നത്. ഇപ്പോഴിതുപോലെ ഈ ശാന്തരായിട്ടിരിക്കുന്ന ജനങ്ങളൊന്നും ഇങ്ങനെ ആയിരിക്കുകയില്ല. ദീപം കത്തിക്കുന്ന സമയത്തിരിക്കുന്നത് അവർ നാമജപങ്ങളുമായിട്ട് ചാടി എഴുന്നേക്കും. നമുക്കും അറിയത്തില്ല നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ. മുന്നിലിരിക്കുന്ന ആൾക്കാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കും ഇരിക്കേണ്ടി വരും. ഏകദേശം ദീപത്തിനോടുള്ള സമയം അടുത്തടുത്ത് വരികയാണ്. കാർത്തിക ദീപം ഏറ്റവും മുകളിൽ ഇതുവരെ ദീപം കത്തിയിരിക്കുന്നത് കാർത്തിക ദീപം മുകളിൽ കത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ ക്യാമറയ്ക്കകത്ത് കാണാമെന്ന് എനിക്കറിയത്തില്ല. വളരെ വ്യക്തമായിട്ട് ചെറിയ മൂടൽമഞ്ഞുണ്ടെങ്കിലും നമുക്ക് ദീപം കത്തിയത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ മുഴുവൻ ആരവങ്ങളാണ്. മുഴുവൻ പടക്കം പൊട്ടിയത് ആരവങ്ങളെല്ലാമാണ്. ഇങ്ങനെ കാർത്തിക ദീപം തെളിഞ്ഞിരിക്കുകയാണ് അരുണാചല പർവ്വതത്തിൻ്റെ മുകളിൽ. ക്ഷേത്രത്തിന്റെ ചുറ്റും മാത്രമല്ല, ഈ മലയുടെ ചുറ്റും ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ മലയുടെ ചുറ്റും നിന്ന് ദീപം ദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴ് നമ്മൾ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്താണുള്ളത്. ഇവിടെ ഇന്ന് രാത്രിയിൽ മുഴുവൻ ഇതുപോലെ നിരന്തരമായിട്ട് പടക്കം പൊട്ടിയിരുമൊക്കെ ആയിരിക്കും. ദീപാവലിയുടെ രീതിയിലുള്ളൊരു ഉത്സവമാണ് ഇവിടുത്തെ ഈ കാർത്തിക ദീപം എന്ന് പറയുന്നത്. ഈ കാർത്തിക ദീപത്തോടുകൂടി നമ്മുടെ തിരുവണ്ണാമലയിലെ വീഡിയോ പരമ്പരകൾ തീരുവാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ നമ്മുടെ ശക്തിപീഠം യാത്രകൾ പുനരാരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.